പ്രോൺസ് റോസ്റ്റ് ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നമുക്കിന്ന് നോക്കാം. നല്ല നാടൻ കൊഞ്ച് കിട്ടിയാൽ ഞാൻ ആദ്യം ആലോചിക്കുന്നത് നല്ല കൊഞ്ച് തോരനോ അല്ലെങ്കിൽ പ്രോൺസ് റോസ്റ്റോ ഒക്കെ ഉണ്ടാക്കണമെന്നാണ്. ക്ലീൻ ചെയ്തെടുക്കാൻ ഇത്തിരി പാടാണെങ്കിലും ഇതിൻ്റെ ടേസ്റ്റ് ആലോചിക്കുമ്പോൾ നമ്മൾ വാങ്ങിപ്പോകും. ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന കൊഞ്ചിലേക്ക് നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടി നല്ല ഫൈൻ പൗഡർ ആകണമെന്നില്ല, ക്രഷ് ചെയ്തതാണ് നല്ലത്. ആവശ്യത്തിന് ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വിനാഗർ കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ പൊടികളെല്ലാം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് പ്രോൺസിലേക്ക് നന്നായി ഒന്ന് തേച്ച് പിടിപ്പിക്കണം. ഏകദേശം ഒരു 15 to 20 മിനിറ്റ്സ് നമുക്കിതൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കാം. അപ്പോഴേക്കും പ്രോൺസ് റോസ്റ്റിന് ആവശ്യമായ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് മുതലായവ തയ്യാറാക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും 3 വെളുത്തുള്ളി അല്ലികളുമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരു പിടി ചെറിയുള്ളി നീളത്തിൽ ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ പെരുംജീരകം നമ്മൾ ചതച്ചെടുക്കുന്നുണ്ട്. മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് നമുക്ക് ആദ്യം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ചൂടായ പാനിലേക്ക് ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ഇട്ടതിന് ശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. പ്രോൺസിന് അധികം കുക്കിംഗ് ടൈം ആവശ്യമില്ല, അതുകൊണ്ട് തന്നെ ഓരോ സൈഡിലും ഒരു 2-3 മിനിറ്റ് വെച്ചിട്ട് ഷാലോ ഫ്രൈ ചെയ്താണ് നമ്മൾ എടുക്കുന്നത്. അങ്ങനെ പ്രോൺസിൻ്റെ 2 സൈഡും ഏകദേശം ഒരു 3 മിനിറ്റ് എന്നുള്ള രീതിയിൽ ഷാലോ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. പ്രോൺസ് ഫ്രൈ ചെയ്ത് മാറ്റിയ ആ എണ്ണയിലേക്ക് തന്നെ നമുക്കൊരല്പം കടുകിട്ട് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 2 വറ്റൽമുളകും അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും ചെറിയുള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരുമ്പോൾ മസാലയ്ക്ക് ആവശ്യമായ ഉപ്പും കൂടെ ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കാം. അതിനുശേഷം ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടുതൽ മൂത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറിയുള്ളി ഗോൾഡൻ ബ്രൗൺ ആവുന്നതിന് തൊട്ട് മുൻപായിട്ട് നമ്മളിത് ആഡ് ചെയ്യുന്നത്. വെളുത്തുള്ളി ഇട്ട് സോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ തേങ്ങാക്കൊത്ത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. തേങ്ങാക്കൊത്തൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് 1/2 ഗ്ലാസ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളം നന്നായി തിളച്ച് വറ്റി വരുമ്പോൾ അതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പ്രോൺസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. പ്രോൺസ് മസാലയുമായി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം അതിൻ്റെ പുറത്തേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന പെരുംജീരകപ്പൊടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഏകദേശം ഒരു 10 മിനിറ്റോളം ഈ മസാലയിൽ കിടന്ന് പ്രോൺസ് വെന്താൽ മാത്രമേ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റ് നമുക്ക് കിട്ടുകയുള്ളൂ.